ലോകത്തിലെ ഏറ്റവും ഉയർന്ന കെട്ടിടമെന്ന റെക്കോർഡ് ലക്ഷ്യമിട്ട് സൗദി അറേബ്യയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ജിദ്ദ ടവർ നിർണായക നാഴികക്കല്ല് പിന്നിട്ടു. 107 നിലകളുടെ പണി പൂർത്തിയായതോടെ 430 മീറ്റർ ഉയരമാണ് ഈ മെഗാ ടവർ കൈവരിച്ചിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി 1 കിലോമീറ്ററിലധികം ഉയരം താണ്ടുന്ന ലോകത്തിലെ ആദ്യ നിർമ്മിതിയായി ഇത് മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ദുബായിലെ 828 മീറ്റർ ഉയരമുള്ള ബുർജ് ഖലീഫയുടെ റെക്കോർഡാണ് ഈ പുതിയ പദ്ധതി തകർക്കാൻ ഒരുങ്ങുന്നത്. പ്രശസ്ത ആർക്കിടെക്ട് ആഡ്രിയൻ സ്മിത്ത് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ആഡംബര ടവറിൽ ഹോട്ടലുകൾ, ഓഫീസുകൾ, റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകൾ എന്നിവയ്ക്കൊപ്പം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഒബ്സർവേഷൻ ഡെക്കുകളും ഉൾപ്പെടുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധികളെ തുടർന്ന് നിർമ്മാണം മുടങ്ങിപ്പോയ പദ്ധതി പിന്നീട് പുനരാരംഭിക്കുകയും 2028ഓടെ പണി പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട് അതിവേഗം മുന്നോട്ട് പോവുകയുമാണ്. ചെങ്കടലിന്റെ തീരത്ത് അതിശക്തമായ കാറ്റിനെ പ്രതിരോധിക്കുന്ന പ്രത്യേക എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. വ്യക്തികളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ട്രോളുകളും വ്യാജ ഡിജിറ്റൽ ഉള്ളടക്കങ്ങളും നിർമ്മിക്കുന്നവർക്ക് കർശന മുന്നറിയിപ്പുമായി ഒമാൻ പബ്ലിക് പ്രോസിക്യൂഷൻ. പുതിയ സൈബർ നിയമപ്രകാരം 3 വർഷം വരെ തടവോ 5000 ഒമാനി റിയാൽ വരെ പിഴയോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. ആളുകൾ ഒരിക്കലും പറയാത്തതോ ചെയ്യാത്തതോ ആയ കാര്യങ്ങൾ കൃത്രിമമായി എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നതും നിയമവിരുദ്ധമാണ്. റോയൽ ഡിക്രി നമ്പർ 61/2026 പ്രകാരമുള്ള സൈബർ കുറ്റകൃത്യ നിയമം ആർട്ടിക്കിൾ 38/6 അനുസരിച്ചാണ് ഈ നടപടികൾ. അടുത്ത കാലത്തായി AI സാങ്കേതിക വിദ്യ ഡീപ് ഫേക്കുകളും ഉപയോഗിച്ച് വ്യക്തികളുടെ ചിത്രങ്ങളിലും വീഡിയോകളിലും ശബ്ദങ്ങളിലും കൃത്രിമം വരുത്തുന്ന പ്രവണത ഓൺലൈൻ ഇടങ്ങളിൽ കൂടി വരുന്നുണ്ട്. ചെറിയൊരു തമാശയ്ക്ക് വേണ്ടി നടത്തുന്ന ഇത്തരം എഡിറ്റിംഗുകൾ വലിയ നിയമ പ്രശ്നങ്ങൾക്കും വ്യക്തിഹത്യക്കും കാരണമാകാമെന്ന് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു. മറ്റുള്ളവരുടെ സ്വകാര്യതയെ ഹനിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങളോ ദൃശ്യങ്ങളോ ഫോർവേഡ് ചെയ്യുമ്പോഴും സമൂഹ മാധ്യമ ഉപയോക്താക്കൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഒമാൻ ഭരണകൂടം ഓർമ്മിപ്പിക്കുന്നു. ദുബായ് യാത്രക്കാർക്ക് വലിയ ആശ്വാസമായി എമിറേറ്റ്സ് എയർലൈൻസ് പുതിയ ഇളവുകൾ പ്രഖ്യാപിച്ചു. ദുബായിലേക്ക് ടിക്കറ്റ് എടുത്തവർക്ക് യാതൊരു അധിക ഫീസുമില്ലാതെ എത്ര തവണ വേണമെങ്കിലും യാത്രാ തീയതി ഇനി മാറ്റാം. ഓഗസ്റ്റ് 10 മുതൽ നിലവിൽ വന്ന ഈ പുതിയ ആനുകൂല്യം ഇക്കോണമി, ബിസിനസ് ക്ലാസുകളിലെ സേവർ, ഫ്ലെക്സി ടിക്കറ്റുകൾ എടുത്തവർക്കാണ് പ്രധാനമായും ലഭിക്കുന്നത്. കൂടാതെ ടിക്കറ്റ് റദ്ദാക്കുമ്പോൾ ഈടാക്കുന്ന റീഫണ്ട് തുകയും എമിറേറ്റ്സ് ഗണ്യമായി കുറച്ചിട്ടുണ്ട്. ദുബായ് സെക്ടറിന് പുറമെ മറ്റ് എമിറേറ്റ്സ് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്കായി ഏപ്രിൽ 2 മുതൽ ബുക്ക് ചെയ്ത ടിക്കറ്റുകളിൽ ഒരു തവണ സൗജന്യമായി തീയതി മാറ്റാനുള്ള അവസരവും എയർലൈൻസ് ഒരുക്കിയിട്ടുണ്ട്. യാത്രക്കാരുടെ അപ്രതീക്ഷിത യാത്രാ മാറ്റങ്ങളും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് എമിറേറ്റ്സിന്റെ ഈ പുതിയ ഉപഭോക്തൃ സൗഹൃദ നടപടികൾ. വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി ജോലി നേടിയ 27 നഴ്സുമാരെ പുറത്താക്കി ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം. ഇവർക്ക് രാജ്യത്തെ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നതിന് ആജീവനാന്ത വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്രെഡൻഷ്യൽ വെരിഫിക്കേഷനും ലൈസൻസിംഗ് നടപടികൾക്കും ഇടയിലാണ് സർട്ടിഫിക്കറ്റുകളിൽ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയത്. പൊതുജനാരോഗ്യ മേഖലയിലെ സുരക്ഷയും സേവന നിലവാരവും ഉറപ്പാക്കാൻ കർശനമായ പരിശോധനകളാണ് ഖത്തർ പിന്തുടരുന്നത്. മുൻപും സമാനമായി വ്യാജരേഖകൾ സമർപ്പിച്ച വിദേശ പ്രാക്ടീഷണർമാർക്കെതിരെ ഖത്തർ കർശന നടപടി സ്വീകരിക്കുകയും ആഗോളതലത്തിൽ തന്നെ ഇത്തരം പ്രൊഫഷണലുകളെ കരിമ്പട്ടികയിൽപ്പെടുത്താൻ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾക്ക് വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ആരോഗ്യ മേഖലയിലെ തട്ടിപ്പുകൾ തടയാൻ വരും ദിവസങ്ങളിലും പരിശോധന ശക്തമായി തുടരുമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. ബഹ്റൈനിൽ വേനൽക്കാലത്ത് കൂട്ടുകുടുംബങ്ങൾ താമസിക്കുന്ന വീടുകളിലെ വൈദ്യുതി ജലബില്ലുകൾ 4 ഇരട്ടിയായി ഉയരുന്നത് സാധാരണക്കാരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഒന്നിലധികം കുടുംബങ്ങൾ ഒരേ വീട്ടിനുള്ളിൽ താമസിക്കുമ്പോൾ 1 മീറ്റർ മാത്രം ഉപയോഗിക്കുന്നതാണ് ബിൽ തുക 400 ദിനാർ വരെ ഉയരാൻ കാരണം. സർക്കാരിന്റെ സബ്സിഡി പരിധിയായ 7000 യൂണിറ്റ് കവിയുന്നതോടെ ശേഷിക്കുന്ന ഉപഭോഗത്തിന് ഏറ്റവും ഉയർന്ന നിരക്കായ യൂണിറ്റിന് 32 ഫിൽസ്, സാധാരണ നിരക്കിന്റെ 10 ഇരട്ടിയിലേറെയാണിത് ഈടാക്കുന്നത് പ്രതിസന്ധിക്ക് കാരണമാകുന്നത്. രാജ്യത്തെ 30,000-ഓളം കുടുംബങ്ങളെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ ഓരോ കുടുംബത്തിന്റെയും അംഗസംഖ്യക്കനുസരിച്ച് സബ്സിഡി അനുവദിക്കണമെന്നോ അല്ലെങ്കിൽ പ്രത്യേക മീറ്ററുകൾ സ്ഥാപിക്കണമെന്നോ ഉള്ള ആവശ്യങ്ങൾ ശക്തമായിട്ടുണ്ട്. കൂടാതെ താപനില ഉയർന്നു നിൽക്കുന്ന ഈ വേനൽക്കാലത്ത് എയർ കണ്ടീഷണറുകളുടെ അമിത ഉപയോഗം തടയാൻ താപനില 24 ഡിഗ്രി സെൽഷ്യസിൽ ക്രമീകരിക്കാനും അനാവശ്യ വൈദ്യുത ഉപകരണങ്ങൾ ഓഫാക്കി വെക്കാനും ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി ബോധവൽക്കരണം നൽകുന്നുണ്ട്. ജനങ്ങളുടെ ബുദ്ധിമുട്ട് ലഘൂകരിക്കാൻ സർക്കാർ തലത്തിൽ അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഖത്തറിൽ വേനൽക്കാലത്തെ കഠിനമായ ചൂടിന്റെ അവസാന ഘട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആകാശത്ത് അൽ നത്ര നക്ഷത്രം ഉദിച്ചതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അൽ കുലൈബൻ എന്ന പേരിലും അറിയപ്പെടുന്ന ഈ നക്ഷത്രത്തിന്റെ സ്വാധീനത്താൽ വരുന്ന 13 ദിവസങ്ങളിൽ രാജ്യത്ത് കനത്ത ചൂടും ഉയർന്ന അന്തരീക്ഷ ഈർപ്പവും തുടരും. അറബ് പരമ്പരാഗത കണക്കുകൂട്ടലുകൾ പ്രകാരം കഠിന വേനലിന്റെ അവസാന നക്ഷത്രങ്ങളിലൊന്നായാണ് അൽ നത്രയെ കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഈ ഘട്ടത്തിന്റെ പകുതിയോടെ, അതായത് ഓഗസ്റ്റ് 24ഓടെ ആകാശത്ത് സുഹൈൽ നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നതോടെ കൊടും ചൂടിന് ആശ്വാസമാകുകയും രാത്രികാലങ്ങളിൽ താപനില ക്രമേണ കുറഞ്ഞു തുടങ്ങുകയും ചെയ്യും. കഠിനമായ ചൂടും ഈർപ്പവും തുടരുന്നതിനാൽ പകൽ സമയങ്ങളിൽ വെയിൽ നേരിട്ട് കൊള്ളുന്നത് ഒഴിവാക്കണമെന്നും നിർജ്ജലീകരണം തടയാൻ ധാരാളം വെള്ളം കുടിക്കണമെന്നും കാലാവസ്ഥാ കേന്ദ്രം പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.